ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിക്ക് ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ ആദ്യ സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി ടീം ന്യൂസിലാൻഡ്. പരാജയപ്പെടുത്തി നല്ല തകർത്ത് തരിപ്പണമാക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, സൗത്ത് ആഫ്രിക്ക പോലൊരു ടീം ഈഡൻ ഗാർഡൻ പോലുള്ള കൊൽക്കത്തയിലെ ഒരു ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ പോലും ഒരു 200 റൺസെങ്കിലും എടുക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 169 റൺസ് മാത്രം എടുക്കാനാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചത്. നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 169 റൺസ് നേടിയത്. അവരുടെ ഇൻഫോം ബാറ്റ്സ്മാനായിട്ടുള്ള ഏതൻ മാക്കറം, ക്യാപ്റ്റനായിട്ടുള്ള ഏതൻ മാക്കറം 18 റൺസിന് ഔട്ടാവുന്നു. ക്വിൻ്റൺ ഡീകോക്ക് 10 റൺസ്, റിക്കൽട്ടൺ ഗോൾഡൻ ഡക്കാവുന്നു. അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ 6 റൺസ്. അവരെല്ലാവരും പരാജയപ്പെടുന്നവർന്ന് മാർക്കോ ജാംസൺ 30 ബോളിൽ 55 റൺസ് നേടി. അദ്ദേഹമാണ് ടോപ്പ് സ്കോറർ. അതിന് ബ്രീസ് ഒരു 34 റൺസ്, സ്റ്റെപ്സ് 29 റൺസ് എന്നിവരുടെ ഒരു പ്രകടനം കൊണ്ടാണ് അവർ 169 എത്തുവാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. ന്യൂസിലാൻഡിൻ്റെ ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാന്റ്നർ 4 ഓവറിൽ 25 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. രച്ചിൻ രവീന്ദ്ര അദ്ദേഹം ബാറ്റിങ്ങിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ഈ ചാമ്പ്യൻഷിപ്പിൽ ഉടനീളം അദ്ദേഹം മികച്ച രീതിയിലുള്ള ബൗളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. 4 ഓവറിൽ 29 റൺസിന് 2 വിക്കറ്റ് നേടുവാനായിട്ട് അദ്ദേഹം സാധിക്കുന്നു. മാറ്റ് ഹെൻറി 4 ഓവറിൽ 34 റൺസിന് 2 വിക്കറ്റ്. ലോഗി ഫർഗൂസൻ 4 ഓവറിൽ 29 റൺസിന് 1 വിക്കറ്റ്. മക്കൻജയ് നമുക്കൊരു ഓഫ് സ്പിന്നറാണ്. അദ്ദേഹം ഒരു ഓവറാണ് ബോൾ ചെയ്തിട്ടുള്ള ആകെ. അതിൽ 9 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് നേടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ് ന്യൂസിലൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നമ്മൾ ഈ പ്രിവ്യൂ പറയുന്ന സമയത്തും അല്ലെങ്കിൽ എല്ലാവരും തന്നെ വിചാരിച്ചത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയൊക്കെ തകർക്കുന്ന രീതിയിലുള്ള പ്രകടനം ന്യൂസിലൻഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. നമുക്കറിയാം, ഈ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചുള്ള അവർക്കൊരു തിരുത്തലിനുള്ള അവസരം കിട്ടിയില്ല എന്ന് തോന്നുന്നു. കാരണം ഇന്ത്യ സൗത്ത് ആഫ്രിക്കയായിട്ട് പരാജയപ്പെട്ടതിന് ശേഷമാണ് ടീമിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയതും തിരുത്തലുകൾ വരുത്തിയതും ഒക്കെ തന്നെ ആ പരാജയത്തിന് ശേഷമാണ്. ആ പരാജയം ഒരു ടീമിനെ ഒരു ചാമ്പ്യൻഷിപ്പിനും എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം നോക്കൗട്ട് മത്സരങ്ങളിലല്ലാതെ പരാജയപ്പെടുമ്പോഴാണ് പല ടീമുകളും അവരുടെ ദൗർബല്യങ്ങൾ തിരിച്ചറിയുകയും അവരുടെ വീക്ക്നസ്സുകൾ തിരിച്ചറിയുകയും അതിനുവേണ്ട തിരുത്തലുകൾ വരുത്തുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുതന്നെയാണ് സൗത്ത് ആഫ്രിക്ക സംഭവിച്ചത്. പിന്നെ പ്രഷർ സിറ്റുവേഷനുകളിൽ അവർക്ക് അതിജീവിക്കാനായിട്ട് ഇന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ന്യൂസിലാൻഡ് 9 വിക്കറ്റിന് വിജയിച്ചു. മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് 12.5 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഈ റൺസ് മറികടന്നത്. 173 റൺസ് നേടാൻ അവർക്ക് സാധിച്ചു. ഫിൻ അലൻ്റെ പേര് നമ്മൾ എടുത്തു പറയണം. 33 ബോളുകളിൽ നിന്നാണ് അദ്ദേഹം 100 റൺസ് നേടിയത്. അതുപോലെ ടീം എഫേർട്ട് 33 ബോളിൽ 58 റൺസായിട്ട് പുറത്താകുന്നു. കജാസ റവോഡൊക്കെയാണ് വിക്കറ്റ്. രച്ചിൻ രവീന്ദ്രൻ നോട്ടൗട്ടായിട്ട് നിൽക്കുന്നു. ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ ഭാഗത്തു നിന്ന് മികച്ച ഒരു ബോളിംഗ് എന്ന് പറയാൻ സാധിക്കില്ല ആരുടെയും. എങ്കിൽ തന്നെ കജാസ റവോഡ 1 വിക്കറ്റ് നേടാൻ സാധിച്ചു. മാർക്കോ ജാംസൺ 30 ബോളിൽ 55 റൺസ് അദ്ദേഹം ബാറ്റിങ്ങിൽ നേടിയെങ്കിലും 2.5 ഓവറിൽ 53 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. അങ്ങനെ വളരെ ഒരു ദയനീയമായിട്ടുള്ള പ്രകടനമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ന്യൂസിലാൻഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, ഇതിന് മുന്നേ അവർ ഫൈനലിൽ വന്നത് 2021 അന്ന് ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ അവർ ഓസ്ട്രേലിയയായിട്ട് പരാജയപ്പെടുത്തുകയായിരുന്നു. സൗത്ത് ആഫ്രിക്ക 2024 ഇന്ത്യക്കെതിരെയാണ് ഫൈനലിൽ വന്ന് അന്ന് അവർ ഫൈനലിൽ പരാജയപ്പെട്ടു. അപ്പോൾ എന്തായാലും രാജകീയമായിട്ട് തന്നെയാണ് ന്യൂസിലാൻഡ് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ ആര് വിജയിക്കുന്നോ അവരെയാണ് ന്യൂസിലാൻഡ് ഫൈനലിൽ നേരിടേണ്ടിയിരിക്കുന്നത്. ന്യൂസിലാൻഡിൻ്റെ ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നറിൻ്റെ ഒരു ബോളിംഗ് ചേഞ്ചിങ് ക്യാപ്റ്റൻസി ബ്രില്യൻ്റ് ഒക്കെ ഇവിടെ എടുത്ത് പറയണം. സൂര്യകുമാർ യാദവ് നമ്മുടെ ക്യാപ്റ്റനടക്കം, ഇന്ത്യയുടെ ക്യാപ്റ്റനടക്കം കണ്ടുപഠിക്കേണ്ട ഒരു ബോളിംഗ് ചേഞ്ച് പ്രകടനമാണ്, ക്യാപ്റ്റൻ്റെ പ്രകടനമാണ് മിച്ചൽ സാന്റ്നർ കാഴ്ചവെച്ചെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ മക്കൻജയിനെ ഒരു ഓപ്ഷനറാണ്. അദ്ദേഹത്തെ ആദ്യ ഓവറുകളിൽ തന്നെ കൊണ്ടുവരുന്നു. അത് ക്വിൻ്റൺ ഡിക്കോക്കിൻ്റെ വിക്കറ്റ് നേടുക എന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. പക്ഷേ പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലെ 1 വിക്കറ്റിന് പകരം 2 വിക്കറ്റാണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്. ക്വിൻ്റൺ ഡിക്കോക്കിൻ്റെ വിക്കറ്റും റിക്കൽട്ടൻ്റെ വിക്കറ്റും. അവിടെ തന്നെ അവർക്ക് കാലിടറി എന്നുള്ളതാണ്. മറുപടി ബാറ്റിംഗ് വന്നപ്പോൾ 6 ഓവറിൽ പവർ പ്ലേ കഴിയുമ്പോൾ തന്നെ ന്യൂസിലാൻഡ് 84-0 അപ്പോൾ തന്നെ ആവശ്യം കളി ജയിച്ചു എന്നുള്ളതാണ്. ന്യൂസിലാൻഡ് കളി ജയിച്ച ആ സമയത്ത് തന്നെ. പിന്നെ ഫസ്റ്റ് വിക്കറ്റ് പോകുന്നത് 117 റൺസിനാണ് ഫസ്റ്റ് വിക്കറ്റ് വന്നത്. അപ്പോൾ തന്നെ അത് കളി സീൽ ചെയ്തിട്ടാണ് ടീംസ് എഫേർട്ട് ഔട്ടാകുന്നത്. അങ്ങനെ ഫിന്നാലിലാണ് മാൻ ഓഫ് ദ മാച്ച്. രാജകീയമായിട്ട് തന്നെ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ഫൈനലിൽ കടന്നിരിക്കുന്നത്. ഇതേ പ്രകടനം ഫൈനലിൽ കാഴ്ചവെക്കാനായിട്ട് ന്യൂസിലാൻഡിന് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഫിന്നാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫിന്നാലെ നമുക്കറിയാം, ലോകത്തിൽ നടക്കുന്ന ലീഗുകളിൽ ഇപ്പോൾ IPL കഴിഞ്ഞാൽ ഏറ്റവും വലിയ ലീഗാണ് ബിഗ് ബാഷ് ലീഗ് നടക്കുന്നത് ഓസ്ട്രേലിയയുടെ.
ആ ബിഗ് ബാഷ് ലീഗിൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 37 സിക്സറുകൾ നേടാനായിട്ട് സാധിച്ച പ്ലെയറാണ് ഫിന്നലൻ. അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ അവർ അത്ര സിക്സറുകൾ ഒരു സീസണിൽ ആരും നേടിയിട്ടില്ല. അത് നേടിയ പ്ലെയറാണ് ഫിന്നലൻ. അപ്പോൾ സിക്സറുകളുടെ തമ്പുരാനാണ് ഫിന്നലൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം ന്യൂസിലാൻഡായിട്ടുള്ള ഇന്ത്യക്കെതിരെയുള്ള ന്യൂസിലൻഡിൻ്റെ പരമ്പരയിൽ അവസാന മത്സരത്തിൽ അദ്ദേഹം ടീമിനോട് ജോയിൻ ചെയ്യുകയും വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഫിന്നാലിന് സാധിക്കുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ഫിന്നാലൻ ഇപ്പം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ് ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന IPL ടീമിന് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 2 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ സ്വന്തമാക്കിയ പ്ലെയറാണ് ഫിന്നാലൻ. അതുകൊണ്ട് തന്നെ ഫിന്നാലൻ്റെ ഈ പ്രകടനം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കൊൽക്കത്ത മാനേജ്മെൻറ്റും കോച്ചും ക്യാപ്റ്റനും ഒക്കെ തന്നെയായിരിക്കും IPL. അപ്പോൾ അവരുടെ ഒരു പ്ലെയറാണ് ഫിന്നാലൻ. അപ്പോൾ എന്തായാലും വളരെ മികച്ച ഒരു പ്രകടനം, അതിഗംഭീരമായിട്ടുള്ളൊരു പ്രകടനം എന്ന് തന്നെ ന്യൂസിലൻഡിൻ്റെ ഈ പ്രകടനത്തെ പറയാം. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചോളം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അവർ ഒരുപോലെ നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ന്യൂസിലൻഡിനായാലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഗൺ ഫിലിപ്സും ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഇപ്പം നിലവിലുള്ളത് ഏറ്റവും ഫീൽഡറാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാച്ച് മിസ്സാകുന്നുണ്ട്. രച്ചിൻ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ക്യാച്ച് മിസ്സാകുന്നുണ്ട്. അങ്ങനെ ഫീൽഡിങ്ങിൽ ചെറിയ ചെറിയ പിഴവുകൾ ഇപ്പോഴും ന്യൂസിലൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും തിരുത്തിയിട്ട് വളരെ നല്ല രീതിയിൽ അവർ ഫൈനലിൽ കളിക്കാൻ അവർക്ക് സാധിക്കുമോ, ഇന്ത്യയാണോ ഇംഗ്ലണ്ടാണോ അവരുടെ എതിരാളികൾ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ മികച്ച ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മാച്ച് പ്രതീക്ഷിച്ച നമുക്ക് ഏവർക്കും നിരാശയാണ്. 1 സൈഡ് മാച്ചായി പോയില്ലേ എന്നൊരു തോന്നൽ. അപ്പോൾ എന്തായാലും സൗത്ത് ആഫ്രിക്കയുടെ പോരാട്ടം സെമിയിൽ അവർ കാലിടറി വീണിരിക്കുകയാണ്. അപ്പം ഈ തവണയും കണ്ണീരോടുകൂടി സൗത്ത് ആഫ്രിക്ക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പുറത്തായി. ന്യൂസിലാൻഡ് സെമിയിൽ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫൈനലിൽ ആരാണ് ന്യൂസിലാൻഡിൻ്റെ എതിരാളികൾ നമുക്ക് ഇന്നറിയാം. എന്തായാലും കൺഗ്രാജുലേഷൻസ് ടീം ന്യൂസിലാൻഡ് ആൻഡ് ടീം ക്യാപ്റ്റനായിട്ടുള്ള മിച്ചൽ സാന്നർ. ഫൈനലിൽ മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മുടെ ചാനലിൽ ഇന്ന് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും മത്സരത്തിൻ്റെ പ്രിവ്യൂ ഉണ്ട്. അതുപോലെ മത്സരത്തിന് ശേഷം നമ്മൾ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേഷനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ അപ്ലോഡ് ചെയ്തേക്കുന്ന മറ്റ് വീഡിയോസ് എല്ലാവരും കാണുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.